وبركاته. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരുപാട് കാലത്തിന് ശേഷം ഉംദത്തുൽ അഹ്കാം ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച മുതൽ നമ്മൾ പുനരാരംഭിക്കുകയാണ്. ഉംദത്തുൽ അഹ്കാം എന്നത് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ എഴുതിയിട്ടുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങളുടെ ഹദീസുകളുടെ ക്രോഡീകരണമാണ്. അഹാദീസുൽ അഹ്കാം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇബാദത്തുകൾക്ക് ആവശ്യമുള്ള നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും അതുപോലെയുള്ള നമ്മുടെ ഇടപാടുകളെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചും ഒക്കെയുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഹദീസുകളെയാണ് അഹാദീസുൽ അഹ്കാം എന്ന് പറയുന്നത്. ആ ഹദീസുകളെ അദ്ദേഹം വ്യത്യസ്ത അധ്യായങ്ങളിലാക്കി ക്രോഡീകരിച്ചിട്ടുള്ള വളരെ മനോഹരമായ 400-ലധികം ഹദീസുകൾ ഉള്ള കിതാബാണ് ഉംദത്തുൽ അഹ്കാം എന്ന കിതാബ്. ഇതിനകം നമ്മൾ ഈ കിതാബിൽ ആദ്യ ഭാഗങ്ങളായ കിതാബ് തഹാറ, ശുദ്ധിയുമായി ബന്ധപ്പെട്ട മസ്അലകൾ പ്രതിപാദിക്കുന്ന ഹദീസുകൾ, വുളുവുമായി ബന്ധപ്പെട്ട് തയമ്മുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചതാണ്. അതിനുശേഷം കിതാബ് സല, നിസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമ്മൾ വായിക്കുകയുണ്ടായി. നിസ്കാരത്തിന്റെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചും സുന്നത്തായ വ്യത്യസ്ത നിസ്കാരങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ അവസാനത്തിൽ വായിക്കുകയുണ്ടായിരുന്നത്. അവസാനമായി നമ്മൾ വായിച്ച അധ്യായം ബാബു സലാത്തുൽ ഇസ്തിസ്ഖാ ആണ്. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തെക്കുറിച്ച് അറിയിക്കുന്ന ഹദീസുകളുള്ള അധ്യായമാണ് നമ്മൾ വായിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത് കിതാബുൽ ജനായിസ, ജനാസയുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്ന ഹദീസിന്റെ ആരംഭമാണ് ഇൻഷാ അല്ലാഹ് ആരംഭിക്കുന്നത്. ഇതിനിടയിൽ നമ്മളൊരു 3 ഹദീസുകൾ വായിച്ചിട്ടില്ല. ആ ഹദീസുകൾ സലാത്തുൽ ഖൗഫിലുള്ള ഹദീസുകളാണ്. സലാത്തുൽ ഖൗഫ് എന്ന് പറയുന്നത് യുദ്ധവേളയിലുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. യുദ്ധവേളയിലുള്ള നിസ്കാരം അത് സാധാരണ നിസ്കാരം പോലെയല്ല, അതിന്റെ രൂപം മാറ്റമുണ്ട്. 6ഓളം വ്യത്യസ്ത രൂപങ്ങൾ യുദ്ധവേളയിലുള്ള നിസ്കാരത്തിന് വന്നിട്ടുണ്ട്. ഇമാമും ജമാഅത്ത് ആയിട്ട് തന്നെ നിസ്കരിക്കുന്ന 6ഓളം രൂപങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ സാധാരണ നിസ്കാരമായി പല വ്യത്യാസങ്ങളുണ്ട്. ഖിബ്ലക്ക് അഭിമുഖീകരിക്കാതെ നിസ്കരിക്കുന്ന രൂപം അതിലുണ്ട്. അതുപോലെ ഇമാമിനെ മുൻകടന്നുകൊണ്ട് നിസ്കരിക്കാനുള്ള അനുവാദം അതിലുണ്ട്. ഇമാമിൽ നിന്നും പിന്തി നിൽക്കാനുള്ള അനുവാദം അതിലുണ്ട്. അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള നിസ്കാരങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനൊരു വ്യത്യസ്ത രൂപങ്ങളുമുള്ളതിനാൽ ഇൻഷാ അല്ലാഹ് അത് കിതാബുൽ ഹജ്ജിന് ശേഷം അത് നമുക്ക് വായിക്കുന്നതാകും നല്ലത് എന്ന് മനസ്സിലാക്കുന്നു. കാരണം അതിന്റെ രൂപങ്ങൾ ഒരു പക്ഷേ പെട്ടെന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അത് ഓർത്തെടുക്കാൻ പ്രയാസമായിരിക്കും. പിന്നെ അതിനേക്കാൾ നമുക്ക് കൂടുതൽ ആവശ്യമുള്ള ഹദീസുകളാണ് ശേഷമുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. ഇന്ന് ആരംഭിക്കുന്നത് ഇൻഷാ അല്ലാഹ് കിതാബുൽ ജനായിസ് ആണ്. ജനാസയുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളാണ് ഇതിലുള്ളത്. കിതാബുൽ ജനായിസ്, ജനായിസ് എന്ന് പറയുന്നത് ജനാസ അല്ലെങ്കിൽ ജിനാസ എന്ന വാക്കിന്റെ ബഹുവചനമാണ്. രണ്ടും വായിക്കാറുണ്ട്. ജനാസ എന്നും ജിനാസ എന്നും വായിക്കാറുണ്ട്. ജനാസ എന്ന് വായിച്ചാൽ, ജീമിന് ഫത്ഹട്ട് വായിച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മയ്യത്തിനെ കുറിച്ചാണ്. ജനാസ എന്ന് പറഞ്ഞാൽ മയ്യത്താണ്. ജിനാസ എന്ന് വായിച്ചാൽ, കെസ്റിട്ടുകൊണ്ട് വായിച്ചാൽ നമ്മൾ മയ്യത്തിന്റെ കട്ടിലിനാണ് ജിനാസ എന്ന് പറയുന്നത്. ഓർക്കാൻ എളുപ്പമുണ്ട്. മുകളിലുള്ളത് മയ്യത്താണ്, താഴെയാണ് കട്ടിൽ. കെസ്റ് വന്നത് അത് മയ്യത്ത് കട്ടിലാണ്. ഫത്ഹ ഉള്ളത് ജനാസ എന്ന് പറയുന്നത് അത് മയ്യത്താണ് എന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ ഹദീസ് അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല നഅ النبي صلى الله عليه وسلم النجاشي في اليوم الذي مات فيه وخرج بهم إلى المصلى فصف بهم وكبر 4.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച വിഷയം പ്രതിപാദിക്കുന്ന ഹദീസാണിത്. അതിനു മുമ്പ് ആമുഖമായി പറയട്ടെ, ജനാസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അത് വിശാലമായി നമ്മൾ പഠിക്കേണ്ടതാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് മറ്റൊരു ദിവസം ജനാസയുടെ വിധിവിലക്കുകൾ പഠിക്കാനായി, അതിന്റെ രൂപമൊക്കെ കൃത്യമായി പറയുന്ന രൂപത്തിൽ പഠിക്കാനായി ഇൻഷാ അള്ളാഹ് നമുക്കൊരു അവസരം കിട്ടുകയാണ് എങ്കിൽ നമുക്കത് പറയാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉംദത്തുൽ അഹ്കാമിൽ വരുന്ന ഹദീസുകൾ അതിന്റെ തർത്തീബിൽ ഉണ്ടാവുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫായിദകളായിരിക്കും ഇൻഷാ അള്ളാഹ് പറയുക. അതല്ല എങ്കിൽ എങ്ങനെയാണ് ജനാസയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ളത്, ഇൻഷാ അള്ളാഹ് നമുക്ക് മറ്റൊരു അവസരത്തിൽ അത് പറയാവുന്നതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിയുടെ മരണവിവരം അദ്ദേഹം മരിച്ച ദിവസം തന്നെ അറിയിക്കുന്നു. പിന്നീട് സ്വഹാബികളുമായി മയ്യിത്ത് നിസ്കരിക്കേണ്ട മുസല്ലയിലേക്ക് പുറപ്പെടുകയും സഫായിക്കൊണ്ട് അണിയായിക്കൊണ്ട് ജമാഅത്തായി മയ്യിത്ത് നിസ്കരിക്കുകയും ആ മയ്യിത്ത് നിസ്കാരത്തിന്റെ തക്ബീർ 4 എണ്ണമായിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ വിഷയത്തിലുള്ളത്. ഒരുപാട് ഫായിദകൾ ഈ ഹദീസിൽ ഉണ്ട്. ഒന്നാമത് നജാഷി എന്ന് പറയുന്നത് നജാഷി യാക്ക് ഷദ്ദിട്ടുകൊണ്ടും അല്ലാതെയും അത് വായനയുണ്ട്. രണ്ടാമത് പറഞ്ഞത് ഫിൽ യൗമിൽ ലദീ മാത ഫീഹ്, നജാഷി മരിച്ച ദിവസം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് സാധിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലാണ്, നജാഷി അബിസീനയിലാണ്, ഇത്യോപ്യയിലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീനാൽ അറിഞ്ഞിട്ടുള്ളതാണ്. അത് ദലായിലുൻ നുബുവ, നുബുവത്തിന്റെ തെളിവുകളിൽപ്പെട്ടത് എന്ന് പണ്ഡിതന്മാർ എണ്ണിയ കാര്യമാണ്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ദിവസം തന്നെ വിവരം അറിയാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പൊ സഹാബികളുടെ യക്കീൻ എന്തുമാത്രം വർദ്ധിച്ചിട്ടുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പറഞ്ഞു കൊടുക്കുകയാണ്, എന്താ നജാഷി അവിടെ മരിച്ചിട്ടുണ്ട്. സഹാബികൾ പിന്നീട് വാർത്താ മുഖാന്തരം ആളുകൾ പറഞ്ഞിട്ട് അറിയാൻ ചിലപ്പോൾ ആഴ്ചകൾ കഴിയും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിവസം തന്നെയാണ് മരിച്ചത് എന്ന് അവർക്ക് അറിയാൻ സാധിക്കും. ദലായിലുൻ നുബുവ പ്രവാചകന്റെ തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒന്നു മാത്രമാണ് ഇത്. വഖറജ ബിഹിം ഇലൽ മുസല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്കാണ് പോയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. മുസല്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കരിക്കാനുള്ള പ്രത്യേക സ്ഥലമാണ്. അത് 5 നേരം നിസ്കരിക്കുന്ന മസ്ജിദ് അല്ല, മറിച്ച് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനി ഹദീസിൽ വരുന്ന വ്യത്യസ്ത മസ്അലകളാണ്. ഒന്നാമത്തെ മസ്അല സഹോദരങ്ങളെ, ഹദീസിന്റെ ആരംഭത്തിൽ പറഞ്ഞു നഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷി, നജാഷിയുടെ മരണവിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു എന്നാണ്. നഇ എന്ന് പറയുന്നത് അത് 2 രൂപത്തിലുണ്ട്. നഇ മശ്റൂ ആയ അനുവദിക്കപ്പെട്ട നഇ ഉണ്ട്. നഇ എന്ന് പറഞ്ഞാൽ ഇഖ്ബാർ, കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. മരിച്ച കാര്യം നമ്മൾ ഒരാളെ അറിയിക്കുക. അത് അനുവദിക്കപ്പെട്ട മശ്റൂ ആയ രൂപമുണ്ട്. അതുപോലെ പാടില്ലാത്ത രൂപവും അതിലുണ്ട്. കാരണം വ്യത്യസ്ത ഹദീസുകളിൽ നമുക്ക് നഈനെ വിരോധിച്ചുകൊണ്ടുള്ള ഹദീസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നഹ അനിൻ നഈൽ മയ്യിത്ത്, മയ്യിത്തിന്റെ വിവരങ്ങൾ ഇങ്ങനെ അറിയിക്കുന്നത്, അത് മരിച്ച വിവരം ഇങ്ങനെ വിളംബരം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് അദ്ദേഹം സഹാബികളെ കുറിച്ചും ഉദ്ധരിക്കുന്നുണ്ട്. അവർ നഈനെ നിയാഹത്തിനോടാണ് പരിഗണിച്ചിരുന്നത്. അതായത് മരിച്ചവരും വിളംബരം ചെയ്യുന്നതിനെ, മരിച്ചതിന് ശേഷം ആർത്തട്ടഹസിക്കുന്ന ജാഹിലിയത്തിന്റെ ചില സ്വഭാവമുണ്ട് നിയാഹത്ത്, അതിനോടാണ് സഹാബത്ത് പരിഗണിച്ചിരുന്നത് എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ 2 ഹദീസുകളെയും ജംഅ ചെയ്യാം? ഒന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുകയാണ്, ഒന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നഈ നടത്തി എന്നും കാണുന്നുണ്ട്. അതുപോലെ താബിഈങ്ങൾ, സഹാബികൾ ഇങ്ങനെ വിളംബരം നടത്തുന്നത് പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ മനസ്സിലാക്കുക, 3ഓളം രൂപങ്ങൾ പണ്ഡിതന്മാർ നഈന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, ആ നഈ കേവലം ഇന്നയാൾ മരിച്ചു, നിസ്കാരത്തിന് വരുന്നതിന് വേണ്ടി മറ്റുമൊക്കെ ഇന്നയാൾ മരിച്ചു എന്ന് മറ്റൊരാളെ അറിയിക്കുക എന്നുള്ളത് അത് ജായിസായ കാര്യമാണ്, തെറ്റല്ല. ചില ആളുകൾ അത് തെറ്റിദ്ധരിക്കാറുണ്ട്. അത് അല്ല. നമ്മളൊരാൾ മരണവിവരം നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ ഒക്കെ ഇന്ന വ്യക്തി മരിച്ചിട്ടുണ്ട്, ഇന്ന് എത്ര മണിക്കാണ് ജനാസ നിസ്കാരം എന്ന് പറഞ്ഞ് അറിയിക്കുക എന്നുള്ളത് അത് ജായിസായ രൂപമാണ്. കാരണം ആ മരണപ്പെട്ട വിവരം, ആ വ്യക്തി മരിച്ചു എന്നുള്ളത് അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷി മരിച്ചപ്പോൾ അവിടുന്ന് സഹാബികളെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് അനുവദനീയമായ കാര്യമാണ്. രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത്, അത് ആ മരിച്ച വ്യക്തിയുടെ ഒരുപാട് നന്മകളൊക്കെ എടുത്തു പറഞ്ഞ് പുകഴ്ത്തി ആ രൂപത്തിൽ വിളംബരം നടത്തുക എന്നുള്ളതാണ്. അത് ചില ജാഹിലിയത്തിന്റെ സ്വഭാവം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലും
ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഇന്നാൾ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വാഹനത്തിൽ അയാളെ കുറിച്ചിട്ടൊക്കെ പറയുക, അങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ കാലത്തെ പഴിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ ആ രൂപത്തിൽ വിളംബരം നടത്തി പോകുക എന്നുള്ളത് അത് പാടില്ലാത്ത രൂപമാണ്. മൂന്നാമത്തത് ഇയാളെ കുറിച്ച് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് ഒരു മുഫാഖറത്തിന് അയാളെ കുറിച്ച് അയാൾ ഇന്ന ആളാണ്, അങ്ങനെയാണ്, എന്നെങ്ങനെയാണെന്ന് പറഞ്ഞ് അയാളെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടൊക്കെ പറയുന്ന രൂപമാണ്. ഈ രൂപമൊക്കെ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ടാണ് സഹാബികളിൽ ചിലർ തന്നെ പറഞ്ഞത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞു, അദ്ദേഹം പറയാണ്, ഇദാ മിത്തു ഫലാ തുദൂനി ഫലാ തുദിനു അഹദാ, ഞാൻ മരിച്ചാൽ നിങ്ങൾ ഒരാളെ അറിയിക്കണ്ട എന്നൊക്കെ അവർ പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. അതുപോലെ സഈദ് ബിൻ മുസൈബ് പറഞ്ഞു, ലാ തുഖ്ബിറു ഇല്ലാ മൻ യഖൂമു ബിഹി അൽ ഫർളു മിൻ തജ്ഹീസി വ ഇല്ലാ ഫലാ തുഖ്ബിറു അഹദാ, എൻ്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട ആൾക്കാരെ മാത്രം അറിയിച്ചാൽ മതി. അതിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരെ അറിയിച്ചാൽ മതി. ആരൊക്കെയാണ് മയ്യത്ത് ഒളിപ്പിക്കാൻ, കഫൻ പുടവ ധരിപ്പിക്കാനൊക്കെ അതിനുള്ള ആൾക്കാരെ അറിയിച്ചാൽ മതി, അല്ലാത്തത് അറിയിക്കേണ്ടതില്ല. അതായത് ആ ജാഹിലിയത്തിന്റെ സ്വഭാവം ഉണ്ടാകരുത് എന്നുള്ള നിലക്ക് അവർ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ കേവലം ഇത് അറിയിക്കുക എന്നുള്ള രൂപത്തിലാണ് എങ്കിൽ സഹോദരങ്ങളെ അത് തെറ്റില്ല. പക്ഷേ ചില ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ പത്രങ്ങളിലൊക്കെ കൊടുക്കും, വലിയ അഭിമാനത്തോടുകൂടി, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ നമ്മളെ അനുമോദിച്ചു, അങ്ങനെ ഇങ്ങനെ. അത് മരിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ച് ആ പുകഴ്ത്തുന്ന രൂപം, ഇന്നാൾ വന്നിട്ടുണ്ട്, മറ്റേയാൾ വന്നിട്ടുണ്ട്. അതായത് മരിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകൾ വന്നു എന്നൊക്കെ അറിയിക്കുക. അത് എഴുതിയിട്ടായാലും അത് പത്രത്തിലായാലും ഒക്കെ അവരോട് നന്ദി അറിയിച്ചിട്ടൊക്കെ അങ്ങനെ അറിയിക്കുക എന്നുള്ളത് ഇതൊക്കെ ശരീഅത്തിന്റെ താല്പര്യത്തോട് എതിരായ കാര്യമാണ്. ആ രൂപത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നാൽ കേവലം മരിച്ചു എന്നുള്ള വിവരം അറിയിക്കുന്നതിന്, ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ജനാസ നിസ്കാരം വരുന്നതിന് വേണ്ടിയിട്ടൊക്കെ അറിയിക്കുന്നതിന് തെറ്റായ കാര്യമല്ല. അതാണ് ഒന്നാമത്തെ മസ്അല. രണ്ടാമത്തെ മസ്അല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ യൗമിൽ ലദീ മാത ഫീ, അദ്ദേഹം മരിച്ച ദിവസം തന്നെയാണ് സഹാബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മരിച്ച ദിവസം തന്നെ, നജാശി മരിച്ച ദിവസം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അല്ലാഹു തആല വഹിയായിട്ട് നൽകിയിട്ടുള്ള കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നജാഷിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുമ്പിലുള്ള മയ്യത്തിന് വേണ്ടിയിട്ടാണ് നിസ്കരിച്ചത് എന്നൊക്കെ പറയുന്നത് അത് സഹീഹായി വന്നിട്ടേ ഇല്ല. ആ രൂപത്തിൽ അഹ്നാഫ്, അതായത് ഹനഫികൾ ആ രൂപത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ അഭിപ്രായത്തിൽ പ്രകാരം ഗായിബായ മയ്യത്തിന് ഒരു നിലക്കും നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. മുമ്പിൽ മയ്യത്തില്ലെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു അത് അങ്ങനെ മയ്യത്ത് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് നിസ്കരിച്ചത് എന്നൊക്കെ പറയുന്നു. എന്നാൽ അത് ശരിയല്ല. മറിച്ച് അല്ലാഹു തആല അതിന്റെ വിവരം മാത്രമാണ് അറിയിച്ചു കൊടുത്തത് എന്നുള്ളതാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. മൂന്നാമത്തെ മസ്അല അതിൽ പറഞ്ഞു, വഖറജ ബിഹിം ഇലൽ മുസല്ല, മുസല്ലയിലേക്ക് പുറപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അതും ഇങ്ങനെ ജനാസക്ക് വേണ്ടി പ്രത്യേക മുസല്ല ഉണ്ട് എങ്കിൽ അവിടെ നിസ്കരിക്കലാണ് എന്നാണ്. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അതല്ലാതെ മക്ബറയിലേക്ക് പോയി നിസ്കരിക്കുക, അങ്ങനെ ഒരു വകുപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഹദീസ് വരുന്നുണ്ട്. മക്ബറയിലേക്ക് തന്നെ പോയിട്ട് നിസ്കരിക്കാവുന്നതാണ് ഒരാൾക്ക് ജനാസയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ. അത് ആരംഭത്തിൽ തന്നെ അങ്ങനെ ചെയ്യാമെന്ന് ആളുകൾ വിചാരിക്കാൻ പാടില്ല. ജനാസക്ക് പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ പോയി നിസ്കരിക്കാമല്ലോ. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപൂർവമായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ ജനാസക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാത്ത സന്ദർഭങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് മയ്യത്ത് നിസ്കരിച്ചത്. അതല്ല എങ്കിൽ മുസല്ലയിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതുപോലെ മറ്റൊരു വിഷയമാണ്, ഈ വേറെ പ്രയാസങ്ങളൊന്നുമില്ല എങ്കിൽ മുസല്ലയിൽ നിസ്കരിക്കലാണ് അഫ്ളൽ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ മസ്ജിദിൽ നിസ്കരിക്കൽ ജായിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ നിസ്കരിച്ചു എന്നുള്ളത് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവിടുത്തെ അധിക പ്രവർത്തികളും ജനാസക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള മുസല്ലയിൽ നിസ്കരിക്കുക എന്നുള്ളതായിരുന്നു. നമ്മുടെ നാട്ടിൽ അതില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെ സ്ഥലമുണ്ട്, അവർ അങ്ങനെ നിസ്കരിക്കാറുണ്ട്. എന്നാൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് അതാത് മസ്ജിദുകളിൽ നിന്നും നിസ്കരിക്കാറുണ്ട്. രണ്ടും അനുവദനീയമായ കാര്യമാണ്. കൂടുതൽ അഫ്ളലായിട്ടുള്ളത് മസ്ജിദിന്റെ പുറത്ത് നിസ്കരിക്കുക, അതായത് അതിനുവേണ്ടി ഒരുക്കിയ സ്ഥലത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ മസ്ജിദിൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുക. നാലാമത്തെ മസ്അല, ഫസഫ ബിഹിം എന്ന് പറഞ്ഞു, സഫായിട്ടാണ് നിസ്കരിച്ചത് എന്ന് പറഞ്ഞു. അതൊരു മസ്അലയായിട്ട് പറയുന്നത് കാരണം വളരെ അപൂർവം ഒരു വിചിത്രമായ
ഒരു അഭിപ്രായം അതാ ബിൻ യാസിർ റഹിമഹുല്ല ഈ വിഷയത്തിൽ ജനാസ നിസ്കാരം സഫായി നിസ്കരിക്കേണ്ടതില്ല, ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ മാറി നിസ്കരിക്കാം എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ എതിരായിക്കൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിൽ തെളിവ് പിടിച്ചത് കാണാൻ സാധിക്കും. കാരണം ഈ ഹദീസിൽ സഫായിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് തന്നെയാണ് നിസ്കരിച്ചത് എന്ന് പറയുന്നു. അതല്ലാതെ നമ്മൾ കൊറോണക്കൊക്കെ നിസ്കരിച്ചതുപോലെ സഫില്ലാതെ വിട്ടുവിട്ട് നിസ്കരിക്കുക എന്നത് മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയല്ല. മറിച്ച് സാധാരണ നിസ്കാരത്തിലേതുപോലെ തന്നെ സഫായിട്ട് അണിചേർന്നു കൊണ്ടാണ് നിസ്കരിക്കേണ്ടത് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്നാണ്. അതുപോലെ മറ്റൊരു മസ്അല, ഈ മസ്അല സഹോദരങ്ങളെ ഇബ്നു ഹസ്ം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായത്തോട് വ്യക്തമായ എതിരായിട്ട് ഉള്ള കാര്യമാണ്. കാരണം ഇതിൽ അദ്ദേഹം പറഞ്ഞത് സലാത്തുൽ ജനാസ എന്ന് പറയുന്നത് നിസ്കാരമല്ല ദുആയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ സലാത്തുൽ ജനാസ അത് സലാത്ത് തന്നെയാണ്, നിസ്കാരം തന്നെയാണ്, ദുആ അല്ല. അദ്ദേഹം പറഞ്ഞ നിസ്കാരം എന്ന് പറയാൻ പറ്റൂല, കാരണം റുക്കൂവും സുജൂദൊന്നും അതിലില്ല. അതുകൊണ്ട് ഇത് ദുആയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷേ ശരിയായ അഭിപ്രായം ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ട് അത് ദുആ അല്ല, അത് പ്രധാനപ്പെട്ട കാര്യം ദുആയാണ്, പക്ഷേ നിസ്കാരം തന്നെയാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിലേതുപോലെ തന്നെ തക്ബീറുണ്ട്, തസ്ലീമുണ്ട്, അതായത് സലാം വീട്ടുന്നുണ്ട്, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ തക്ബീറത്തുൽ ഇഹ്റാം തക്ബീർ പ്രവേശിക്കുന്നുണ്ട്, തസ്ലീമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ശരിയാണ്, നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തഅലീമുല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ ആദരിക്കുക എന്നുള്ള വിഷയമാണ്. എങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുആ, മയ്യത്തിന് വേണ്ടിയുള്ള ദുആ എന്നുള്ള വ്യത്യാസം ഇതിനുണ്ട്. നിസ്കാരത്തിൽ അള്ളാഹുവിനോടുള്ള തഅലീമിന്റെ ഭാഗമാണ് നമുക്ക് റുക്കൂഉം സുജൂദും ഒക്കെ അതിലുള്ളത്. അള്ളാഹുവിനോടുള്ള നമ്മുടെ അടിമത്വം ബോധിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹു താലക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമായ മുഖം അത് ഭൂമിയിലാണ് വെക്കുന്നത്. മറ്റും ഉയർന്നൊരു സ്ഥലത്തും പോലല്ല, നമ്മൾ നടക്കുന്ന ഭൂമിയിലേക്ക് നമ്മൾ വെക്കാൻ തയ്യാറാക്കുകയാണ്. എന്നിട്ട് നമ്മൾ സുബ്ഹാന റബ്ബിയൽ അല, ഉന്നതനായ അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു എന്ന് പറയാൻ തയ്യാറാകുകയാണ്. നിസ്കാരത്തിൽ ഏറ്റവും അഫ്ളലായ രൂപം റുക്ൻ എന്ന് പറയുന്നത് അത് സുജൂദാണ്. എന്നാൽ ആ അള്ളാഹുവിനുള്ള തഅലീമിന്റെ ആ പ്രകടമായ ഭാഗം സലാത്തുൽ ജനാസയിലില്ല. കാരണം അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആയാണ് എന്ന വ്യത്യാസം ഉണ്ട്. അതല്ല എങ്കിൽ സലാത്തുൽ ജനാസ നിസ്കാരം തന്നെയാണ്. നിസ്കാരത്തിന് വേണ്ട നിബന്ധനകളൊക്കെ അതിന് വേണം. ഖിബ്ലക്ക് നേരെ തിരിയണം, തഹാറത്ത് ആവശ്യമാണ്, നിയത്ത് ആവശ്യമാണ്, ഇതൊക്കെ അതിനാവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നീട് മറ്റൊരു മസ്അല വകബ്ബറ അർബഅൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 തക്ബീറുകൾ ഇതിൽ വന്നിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ 4 തക്ബീറുകൾ എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അധിക നിസ്കാരത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 4 തക്ബീറുകൾ എന്നാണ്. അതല്ല എങ്കിൽ 5 തക്ബീറുകൾ എന്നും 6 തക്ബീറുകൾ എന്നൊക്കെ ഉള്ളത് സഹീഹായ ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്, സഹീഹിൽ തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മർഫൂ ആയി അവിടത്തേക്ക് ഉദ്ധരിക്കുന്ന ഹദീസായി 7 തക്ബീറുകൾ ഉള്ളത് വരെ വന്നത് കാണാൻ സാധിക്കും. അതിന്റെ സനദിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അപ്രകാരം പ്രവർത്തിച്ചതായി അങ്ങനെ വന്നത് കാണാൻ സാധിക്കും. എന്നാൽ 7ൽ കൂടുതൽ ജനാസക്ക് തക്ബീർ ഉള്ളതായി സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലെ പോലെ അത് 4 തക്ബീറാണ്. അതുകൊണ്ട് അതാണ് അഫ്ളലുസ് സിയഗ്, ഏറ്റവും നല്ല രൂപം. നമ്മളൊക്കെ പൊതുവെ ഇവിടെയൊക്കെ നിസ്കരിക്കുന്ന ഹറമുകളിലൊക്കെ നിസ്കരിക്കുന്ന രൂപമായ 4 തക്ബീറുകളുള്ള രൂപമാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. 7ാമത്തെ മസ്അല വഹിയ ഖളിയത്തുസ് സ്വലാത്തി അലൽ ഗായിബ്, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന വിഷയമാണ്. ഈ ഹദീസ് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണ് എന്നറിയിക്കുന്ന ഒരു ഹദീസാണ്. കാരണം ഇവിടെ നജാശി മുമ്പിലില്ല. എന്നാൽ ഹനഫികളും മാലിക്കുകളും അത് അങ്ങനെ നിരുപാധികം നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളാണ്. എന്നാൽ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാം എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. പക്ഷെ ചില നിബന്ധനകൾ അതിനുണ്ട്. നിരുപാധികമല്ല. മറഞ്ഞ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരം നിരുപാധികമല്ല, നിബന്ധനയുണ്ട്. പണ്ഡിതന്മാർ 2 നിബന്ധന പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്നാമത്തത്, നമ്മൾ ആർക്കു വേണ്ടിയിട്ടാണോ നിസ്കരിക്കുന്നത് അയാൾ ഇസ്ലാമിന് വേണ്ടി വലിയ സേവനം ചെയ്ത, അങ്ങനെ അത്രയും മഹത്വമുള്ള ഒരാളായിരിക്കണം എന്നാണ്. ഇസ്ലാമിന് വേണ്ടി വലിയ സേവനമൊക്കെ ചെയ്ത ഒരു മഹത് വ്യക്തിത്വം, ഒരു വലിയ പണ്ഡിതൻ അല്ലെങ്കിൽ വലിയൊരു ഭരണാധികാരി, അങ്ങനെ ആരെങ്കിലും ആയിരിക്കണം എന്നതാണ് ഒരു കാരണമായി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നജാഷിയുടെ കാര്യം നമുക്കറിയാം. മുസ്ലിമീങ്ങൾക്ക് വലിയൊരു സംരക്ഷണം അദ്ദേഹം നൽകിയിട്ടുണ്ട്. 1ാമത്തെ ഹിജറ മുസ്ലിമീങ്ങൾ അങ്ങോട്ടേക്കാണ് ചെയ്തത്, മദീനയിലേക്കല്ല. അതിനു മുമ്പ് അബ്സീനിയയിലേക്ക് ഹിജറ ചെയ്തിട്ടുണ്ട് 2 പ്രാവശ്യം. അങ്ങനെ
അബ്സീനിയയിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അങ്ങനെ ഹിജറ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വലിയ സേവനം ഇസ്ലാമിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം മുസ്ലിമായിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ മറ്റൊരു കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞത്, ഇദ്ദേഹം മുസ്ലിം ആയത് നാട്ടിൽ പലർക്കും അറിയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹീനാൽ അറിയിച്ചു കൊടുത്തതാണ് ഇദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ട്. അദ്ദേഹം രഹസ്യമായി വെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശരിയായ ഒരു ജനാസ നിസ്കാരം അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഫർള് വീടുക എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വന്നതാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ അതാണ് ഒരു നിബന്ധനയായി പറഞ്ഞത് അതാണ്. രണ്ടാമത്തെ ഒരു നിബന്ധന, അത് ദൈർഘ്യമുണ്ടാകാൻ പാടില്ല. അതായത് ഒരുപാട് കാലത്തിന് ശേഷം മറഞ്ഞ മയ്യത്തല്ല, അത് ആ മരിച്ച ഉടനെ തന്നെയുള്ള സമയത്താണ് നിസ്കരിക്കേണ്ടത്. ആ ദൈർഘ്യം എത്രയാണ് എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ബറയുടെ അടുക്കൽ പോയി നിസ്കരിച്ച നിസ്കാരത്തിനോട് ഖിയാസ് ചെയ്ത് പറഞ്ഞത് 30 ദിവസമൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസത്തിന് ശേഷമാണ് അങ്ങനെ നിസ്കരിച്ചത്. അതല്ല എങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ സഹാബികളുടെ നിസ്കാരമൊക്കെ നമ്മൾ നിസ്കരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ അനുവദനീയമാണെന്ന് പറയേണ്ടി വരും. കാരണം അത് ഗായിബായ നിസ്കാരമാണ്. അപ്പൊ അതല്ല, 1 മാസത്തിനടുത്തൊക്കെയുള്ള ആ ഒരു സന്ദർഭത്തിലാണ്. അപ്പൊ ഇസ്ലാമിന് വളരെയധികം സേവനങ്ങളൊക്കെ ചെയ്ത, അങ്ങനെ അല്ലെങ്കിൽ നാട്ടിൽ ആരും നിസ്കരിച്ചിട്ടില്ല എന്നൊക്കെ നമുക്ക് വിവരം കിട്ടിയ ആളുകൾക്കാണ് മറഞ്ഞ മയ്യത്ത് നിസ്കരിക്കാൻ അനുവാദമുള്ളത്. അതല്ലാത്തത് അനുവദനീയമല്ല എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്ന, ഒരാൾ ഗൾഫിലാണ്, അയാളുടെ വാപ്പ നാട്ടിൽ മരണപ്പെട്ടു പോയി, അയാൾ അവിടെ നിസ്കരിക്കേണ്ടതില്ല, ജായിസല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അങ്ങനെ പല സ്വഹാബികളും പല സ്ഥലങ്ങളിലും പോയി മരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബികളോട് എന്തുമാത്രം ഹുബ്ബുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും വേണ്ടി നിസ്കരിച്ചിട്ടില്ല. അല്ല, അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നജാഷിയേക്കാളും സ്ഥാനമുള്ളതാണല്ലോ സഹാബികൾ, സംശയമില്ല. പക്ഷെ അവരിൽ പലരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി മസ്ജിദ് നബവിയിൽ ഗായിബായ നിസ്കാരം, അതായത് മറഞ്ഞ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിരുപാധികമാണ് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ മറഞ്ഞ നിസ്കാരം, മയ്യത്ത് ഇല്ലാതെയുള്ള നിസ്കാരം ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് എന്നാണ്. നമ്മുടെ നാട്ടിൽ കൊറോണ ഒക്കെ വന്ന സമയത്ത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം നിസ്കരിക്കാൻ അനുവാദം നൽകിയിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ആരും പോകാൻ പാടില്ല, മറമാടുന്ന 1-2 ആള് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വ്യത്യസ്ത പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടി ആ ഒരു ഘട്ടത്തിൽ, ആരുമില്ലാതെ ഒരു ഘട്ടത്തിൽ അങ്ങനെ മറഞ്ഞ മയ്യത്തിന് നിസ്കരിക്കാൻ അനുവാദമുണ്ട് എന്നൊക്കെ ഫത്വ നൽകിയിരുന്നു. അതായത് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് അങ്ങനെ അനുവാദമുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ നമ്മൾ ഗൾഫിലൊക്കെ പല സഹോദരങ്ങളും ചെയ്യുന്നത് പോലെ നാട്ടിൽ ആര് മരിച്ചാലും അവിടെ ഒരു മറഞ്ഞ മയ്യത്തിനുള്ള ഒരു നിസ്കാരം അതിന് തെളിവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇബാദത്താണ്, നമ്മൾ ഇബാദത്തിന് എല്ലാത്തിനും തെളിവ് വേണം. നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഖിയാസാക്കാൻ പാടില്ല. ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഖിയാസാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷിക്ക് വേണ്ടി നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് ആർക്കും വേണ്ടി നിസ്കരിക്കാം എന്ന് ഖിയാസാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഹദീസ്, വഅൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല അലൻ നജാഷി ഫകുൻതു ഫിസ്സഫ് الثاني ഔ الثالث. ഈ ഹദീസിലും യഥാർത്ഥത്തിൽ നജാഷിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച കാര്യം തന്നെയാണ് പറയുന്നത്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അദ്ദേഹം പറയുന്നൊരു എക്സ്ട്രാ പോയിന്റ് എന്ന് പറയണമെങ്കിൽ, ഫകുൻതു ഫിസ്സഫ് الثاني ഔ الثالث, ഞാൻ 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ സഫിലാണ് ഉണ്ടായിരുന്നത് എന്നാണ്. ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമാണ്, മയ്യത്ത് നിസ്കാരത്തിന് 1ാമത്തെ സഫിലേക്ക് എത്തുക എന്നുള്ളത് ഒരു പ്രത്യേകം പുണ്യം പ്രതീക്ഷിക്കേണ്ടതില്ല. ജമാഅത്ത് നിസ്കാരത്തിൻ്റെതുപോലെ മയ്യത്ത് നിസ്കാരത്തിന് എവിടെ വേണമെങ്കിലും നിൽക്കാവുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, മൻ സല്ല അലൈഹി സലാസത സുഫൂഫിൻ ഫഖദ് ഔജബ്, ആരെങ്കിലും മയ്യത്തിന് വേണ്ടി 3 സഫായി നിസ്കരിച്ചാൽ അവന് നിർബന്ധമായി, അഥവാ സ്വർഗം നിർബന്ധമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മയ്യത്തിന് വേണ്ടി 3 സഫാക്കുക എന്നുള്ളത് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം ഈ ഹദീസ് പ്രത്യേകം എടുത്തു പറഞ്ഞത്, ഈ നജാഷിക്ക് വേണ്ടിയുള്ള നിസ്കാരം മസ്ജിദിൽ വെച്ചല്ല നിസ്കരിച്ചത്. സ്ഥലം ഇല്ലാതിരിക്കുക എന്നുള്ള സാധ്യത കുറവാണ്. കാരണം മുസല്ലയിലാണ് നിസ്കരിച്ചത്, വലിയ വിശാലമായ പ്രദേശത്താണ് നിസ്കരിക്കുന്നത്. എന്നിട്ടും ഇദ്ദേഹം പറയുന്നത് ഞാൻ 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ സഫിലാണ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ഉദ്ദേശിച്ചത് 2ഓ 3ഓ സഫാക്കിയിട്ട് അങ്ങനെ നിസ്കരിക്കാം എന്നുള്ളതിന് തെളിവായിട്ടാണ് എന്നാണ്. ഒരു 6 പേരുണ്ടെങ്കിൽ 2 2 2ആയിട്ട് അങ്ങനെ 3 സഫാക്കാം എന്നാണ് പറയുന്നത്. ഈ ഒരു ഹദീസിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രത്യേകമായി ഫകുൻതു ഫിസ്സഫ് الثاني ഔ الثالث, ഞാൻ 2ാമത്തെയോ 3ാമത്തെയോ സഫിലായിരുന്നു എന്ന്
പറഞ്ഞിട്ടുള്ളത്. കാരണം അങ്ങനെ അവർ മനസ്സിലാക്കിയിരുന്നു. സ്വഹാബികൾ അങ്ങനെ പറഞ്ഞതായിട്ടൊക്കെ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ റാവിയിൽപ്പെട്ട മാലിക് ബിൻ ഹുബൈറ അദ്ദേഹം അങ്ങനെ 3 സഫാക്കിക്കൊണ്ട് ആളുകളെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരുന്നു എന്നൊക്കെ കാണാം. അപ്പൊ സ്വഹാബികൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 3 സഫാക്കിയിട്ട് നിർത്തുന്നതിൽ പ്രത്യേകതയുണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അടുത്ത ഹദീസ് അൻ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല അലാ ഖബ്രിൻ ബഅദമാ ദുഫിൻ ഫകബ്ബറ അലൈഹി 4. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഖബറിൽ മറമാടിയതിനു ശേഷം അവിടെ പോയി നിസ്കരിച്ച വിഷയമാണ് പറയുന്നത്. ഫകബ്ബറ അലൈഹി 4 തക്ബീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് 4 തക്ബീറുകളാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഹദീസിൽ മാലിക്കി മദ്ഹബിലുള്ള ആളുകൾക്കുള്ള വലിയൊരു മറുപടി ഈ ഹദീസിലുണ്ട്. കാരണം അവരുടെ അഭിപ്രായ പ്രകാരം ഇങ്ങനെ ഖബറിന്റെ അടുക്കൽ പോയത് മയ്യത്ത് മുന്നിലില്ലെങ്കിൽ നിസ്കരിക്കാനേ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഹദീസ് വളരെ വ്യക്തമായ തെളിവാണ്. എന്താണ്? മറമാടിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, എന്റെ അടുത്ത് 6 ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടിയതിനു ശേഷം ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിച്ചു എന്നുള്ളതിന് 6 ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്നാണ്. പിന്നീട് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് 3 ഹദീസുകൾ കൂടിയുണ്ട് എന്നാണ്. അപ്പോൾ മൊത്തം 9 ഹദീസുകൾ മരണപ്പെട്ട ശേഷം നമുക്ക് ഖബറിന്റെ അടുക്കൽ പോയി നിന്നുകൊണ്ട് ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാം എന്നതിന് തെളിവായിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അവർ തെളിവില്ല എന്ന് മനസ്സിലാക്കുക. ഈ ഹദീസിൽ ഉള്ള ഫിഖ്ഹുകൾ അതിൽ ഒന്നാമത്തെ മസ്അല അന്നൽ അഫ്ളല ഫി തക്ബീറാത്തി അലൽ മയ്യിത്ത് ഫിൽ ജനാസത്തി അൻ തകൂന 4. ജനാസക്ക് 4 തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. വഖുസൂസൻ ലിമൻ ദുഫിന ഐ ബഅദ ദഫ്നിഹി, അതായത് പ്രത്യേകിച്ച് മറമാടിയതിനു ശേഷം. അതായത് നമ്മൾ പറഞ്ഞു 5, 6, 7 ഒക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറമാടിയതിനു ശേഷം വെച്ചുള്ള നിസ്കാരത്തിൽ നമ്മൾ അവിടെ കുറഞ്ഞ സമയം കൊണ്ട് വേഗം നിസ്കരിച്ചു പോരുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം അധികവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ ചൊല്ലി എന്നൊക്കെ റിവായത്ത് ചെയ്യപ്പെട്ടത് അത് വളരെയധികം പ്രമുഖരായ ചില സഹാബികൾ മരണപ്പെട്ടപ്പോഴാണ് എന്നാണ്. ബൈഅത്തുർ റിദ്വാനിലൊക്കെ പങ്കെടുത്ത സ്വഹാബികളൊക്കെ മരണപ്പെട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൂടുതൽ തക്ബീറുകൾ 4 വർദ്ധിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. സാധാരണ ഘട്ടത്തിൽ അത് വർദ്ധിപ്പിച്ചില്ല. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കുട്ടികൾക്ക് വേണ്ടി അപ്പോൾ നിസ്കരിച്ചപ്പോഴൊക്കെ അങ്ങനെ കൂടുതൽ വർദ്ധിപ്പിച്ചു എന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതായത് അഫ്ളൽ 4 തക്ബീറുകൾ തന്നെയാണ്. രണ്ടാമത്തെ മസ്അല الصلاة على القبر بعد دفنه قلنا إنها مشروعة وهي قول جماهير أهل العلم خلافا لمالك رحمه الله. ഖബറിന്റെ അടുക്കൽ പോയി മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത് സ്ഥിരപ്പെട്ട കാര്യമാണ്. 9ഓളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നാണ്. ഇനി അങ്ങനെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അത് വഖ്തുൻ നഹി, നിസ്കാരം പാടില്ലാത്തതായ സമയങ്ങളുണ്ടല്ലോ അല്ലെ, നിസ്കാരം പാടില്ലാത്ത സമയങ്ങളുണ്ട്. 3 പ്രധാനപ്പെട്ട സമയം, അത് ഒന്നുകൂടി പറഞ്ഞാൽ 5 സമയങ്ങളാണ്. ഫജറിന് ശേഷം നിസ്കാരം പാടില്ല. പിന്നീട് സൂര്യൻ നേരെ മുകളിൽ നിൽക്കുന്ന വളരെ കുറഞ്ഞ സമയം, ളുഹറിന് തൊട്ട് മുമ്പുള്ള 2-3 മിനിറ്റുകൾ നിസ്കാരം പാടില്ല. അസറിന് ശേഷമുള്ള സമയവും നിസ്കാരം പാടില്ല. ഫജറിന് ശേഷമുള്ള സമയം 2ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഷുറൂക്ക് വരെയുള്ള സമയം, അതിനേക്കാളും തീരെ പാടില്ലാത്തതാണ് ഷുറൂക്ക് മുതൽ സൂര്യൻ ഒരു ചാൺ ഉയർന്ന് പൊങ്ങുന്നത് വരെ. ചില സഹോദരങ്ങൾക്ക് നമ്മുടെ ക്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഷുറൂക്ക് കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും അത് ഷുറൂക്ക് നിസ്കരിക്കാനുള്ള സമയമാണെന്നാണ്. ഷുറൂക്ക് കണ്ടു കഴിഞ്ഞാൽ അത് തുലൂൽ ഫജറിന്റെ സമയമാണ് പല ക്ലോക്കുകളിലും കൊടുക്കുന്നത്. അതായത് സൂര്യന്റെ ഉദയ സമയമാണ്. നമുക്ക് വേണമെങ്കിൽ സൺറൈസ് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ അത് ആ സമയം ഒത്ത് വരുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ, ചില പണ്ഡിതന്മാർ 12 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് വേണ്ടത്. ചിലർ ആ സമയമാകുമ്പോൾ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കും. ആ സമയം കൂടുതൽ നിസ്കരിക്കാൻ തീരെ പാടില്ലാത്ത സമയത്തിൽ പെട്ടതാണ്, സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന ആ സമയം. കാരണം അത് സൂര്യൻ നമസ്കാരമൊക്കെ നിസ്കരിക്കുന്ന ആളുകളോട് സാദൃശ്യപ്പെടലാണ്. സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ ആ സമയത്താണ് സൂര്യൻ നമസ്കാരം നടത്താറുള്ളത്. സൂര്യൻ നമസ്കാരം അവർ ആ സമയത്താണ് നടത്താറുള്ളത്. അപ്പൊ കൂടുതൽ കറാഹത്തുള്ള, കൂടുതൽ പാടില്ലാത്ത സമയം. അതുപോലെ തന്നെ അസറിന് ശേഷമുള്ള സമയത്തും എല്ലാം ഒരേപോലെയല്ല. സൂര്യൻ അസ്തമിക്കാൻ നേരത്തുള്ള അവസാനത്തെ 3-4 മിനിറ്റ് അത് കൂടുതൽ പാടില്ലാത്ത സമയമാണ്.
അപ്പോൾ ഈ സമയത്ത് മയ്യിത്ത് നിസ്കാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് മയ്യിത്ത് നിസ്കാരം ഒരു സബബുള്ള നിസ്കാരമാണ്, അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ ഈ ശക്തമായ കറാഹത്തുള്ള ഈ സമയമുണ്ട്, ഫജറിന്റെ ആ ഒരു തുലുവ കുറച്ച് സമയമുള്ളൂ, ആ സമയം ഒഴിവാക്കി പിടിക്കുക. അതുപോലെ തന്നെ മഗ്രിബിന്റെ തൊട്ടുമുമ്പുള്ള 3-4 മിനിറ്റിലൊക്കെ ഉള്ള നിസ്കാരം അത് ഒഴിവാക്കുക. അതല്ല എങ്കിൽ അസറിന് ശേഷം അനുവദനീയമാണ്, ഫജറിന് ശേഷവും അനുവദനീയമാണ്. നമ്മുടെ 2 ഹറമുകളിലൊക്കെ മയ്യിത്ത് നിസ്കാരം ആ സമയത്ത് നടക്കാറുണ്ട്. പക്ഷെ ഈ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായ ആ ഒരു സമയത്ത് മാത്രമാണ് അതിൽ ശ്രദ്ധിക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിക്കുമ്പോഴുള്ള നിസ്കാരത്തിനുള്ള ചില നിബന്ധനകൾ, അതിൽ ഒന്നാമത്തേത് വളരെയധികം വൈകാൻ പാടില്ല എന്നാണ്. അതായത് ഹദീസുകളിലൊക്കെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയത് 1 മാസം കഴിഞ്ഞ നിസ്കരിച്ചതേ വന്നിട്ടുള്ളൂ. ചില റിവായത്തിൽ വന്നിട്ടുള്ളത് സ്വല്ല അലാ ഖബ്രിൻ റുതബ്, അതായത് നനവുള്ള, അതായത് തൊട്ടടുത്ത് അന്നോ അല്ലെങ്കിൽ തലേന്നോ എന്നൊക്കെ മയ്യിത്ത് മറമാടിയ ഖബറിന്റെ അടുക്കലൊക്കെ പോയി നിസ്കരിച്ചിട്ടുള്ളൂ. കൂടിപ്പോയി വന്നിട്ടുള്ളത് 1 മാസം കഴിഞ്ഞത് നിസ്കരിക്കുക എന്നുള്ളതാണ്. 1 മാസം. അതിനപ്പുറത്തേക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞു 1-2 ദിവസമൊക്കെ കുഴപ്പമില്ല. അപ്പൊ 30ന്റെ കൂടെ 31, 32 കുഴപ്പമില്ല. 33 അങ്ങോട്ട് കഴിഞ്ഞത് 40 ദിവസം കഴിഞ്ഞ ഒരു മയ്യിത്തിനൊന്നും പോയിട്ട്, അതായത് ഉദാഹരണത്തിന് ഒരാൾ ഗൾഫിൽ നിന്ന് വരികയാണ്, വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചിട്ട് ഗൾഫിൽ നിന്ന് വരികയാണ്, 2 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഇല്ല, സമയം കഴിഞ്ഞു എന്നാണ്. എന്നാൽ 1 മാസത്തിന്റെ ഉള്ളിലാണ് വരുന്നത്, 25 ദിവസം, 30 ദിവസം, 31, 32 അങ്ങനെയൊക്കെയാണ് എങ്കിൽ അവർക്ക് ഖബറിന്റെ അടുക്കൽ പോയിട്ട് നിസ്കരിക്കാം എന്നാണ്. കാരണം അതല്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കൊക്കെ വേണ്ടി നിസ്കരിക്കാം അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെ ഉണ്ട്, അബൂബക്കറിന്റെ ഉമറിന്റെ ഉണ്ട്, ഇനി അതല്ലെങ്കിൽ ബദ്രീങ്ങളുടെ ഖബറുകൾ അവിടെ ഉണ്ട്, ഉഹുദിലുണ്ട്, ബഖീലുണ്ട് അല്ലെ, ഒരുപാട് സഹാബികളൊക്കെ അവിടെ ഉണ്ടാകണം, അതൊക്കെ വേണ്ടി നിസ്കരിക്കാം. ഇല്ല, അങ്ങനെ നിസ്കരിച്ചതായിട്ട് വന്നിട്ടേ ഇല്ല. അപ്പൊ അതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ചില പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൽ പോയി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവർക്ക് വേണ്ടി നിസ്കരിച്ചിരുന്നു എന്നാണ്. അതായത് ഏകദേശം 8 മാസത്തിന് ശേഷം അങ്ങനെ നിസ്കരിച്ചിരുന്നു എന്നുള്ളതാണ്. അതൊരു ഇഷ്കാലായി ചിലർ പറയുന്നുണ്ട്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് അവിടെ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി അവർക്ക് വേണ്ടി ദുആ ചെയ്തു എന്നാണ്. അവിടുന്ന് വഫാത്താകുമെന്ന് ഏകദേശം അവിടുന്ന് തോന്നിയ ആ ഒരു സമയത്ത് അവർക്ക് വേണ്ടി ഉഹുദിൽ പോയി ഉഹുദിലെ ആ സഹാബികൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് മദീനയിൽ എത്തിയാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ബഖീഉം അതുപോലെ ശുഹദാ ഉഹുദിലൊക്കെ പോയാൽ അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാം. ഉഹുദിൽ മരണപ്പെട്ടു പോയ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, മുസഅബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലെങ്കിൽ ബഖീൽ പോയാൽ അവിടെ സ്വഹാബികളുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യും. മൊത്തമായിട്ടുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് അസ്സലാമു അലൈക്കും അഹ്ലൽ ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ പോലെയുള്ള ദുആ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാം. എന്നാൽ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഖബർസ്ഥാനിൽ പോയി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നതിന് പ്രത്യേക ഫദ്ലുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അങ്ങനെ ഫദ്ലില്ല. ഖബർസ്ഥാനിൽ പോയി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നതിൽ പ്രത്യേകം ഫദ്ലുണ്ട് എന്ന് വിശ്വസിക്കൽ ബിദ്അത്താണ്. അത് അങ്ങനെ ഒരു വിശ്വാസം പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് ഖബർസ്ഥാൻ പറഞ്ഞിട്ടില്ല. കാരണം ഈ ദുആയിൽ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ അവിടെ ഒരു ദുആ ഉണ്ട്. പക്ഷേ ആ ദുആനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അത് അവിടെയുള്ള നീയത്തിനെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. കാരണം അവിടെയുള്ള നീയത്ത് എന്ന് പറയുന്നത് ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള അവിടെ തബഅനായിട്ട് വന്നതാണ്, അതിന് തുടർന്നുകൊണ്ട് വന്നതാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഖബറിന്റെ അടുക്കൽ പോയത്, മറിച്ച് ഖബറിന്റെ അടുക്കൽ പോയിട്ടുള്ളത് നമ്മൾ അത് സുന്നത്തായത് കൊണ്ടാണ് ഖബർ സിയാറത്ത്. അതുപോലെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്. അതല്ല നമുക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിന് നമ്മൾ ഈ ഹദീസ് വെച്ചുകൊണ്ട് ഖബറിലേക്ക് പോകാൻ പാടില്ല. കാരണം അവിടെ മുതാബഅത്തു നിയ്യ, നീയത്തിനെ പിൻപറ്റുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. അബ്ലഗു മിൻ മുതാബഅത്തി അമലു ളാഹിർ പണ്ഡിതന്മാർ ഒരു ഖായിദയായി പറഞ്ഞ കാര്യമാണ്. കാരണം ഈ വിഷയത്തിൽ നമ്മുടെ നീയത്ത് അതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഹദീസിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത്. അതുപോലെ തന്നെ രണ്ടാമത്തെ നിബന്ധന, ഇത് പറഞ്ഞ ഒന്നാമത്തെ എത്ര ദൈർഘ്യമാണ് പറഞ്ഞത്. രണ്ടാമത്തെ നിബന്ധന അന്നഹു ലാ ബുദ്ദ അൻ യകൂന ബൈന യദൈഹി, നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാകണം. അതായത് ജനാസന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കണം. നമ്മൾ അങ്ങ് പറമ്പിന്റെ ഇപ്പുറത്ത് പോയി നിസ്കരിച്ചാൽ പോരാ. ഇപ്പോൾ നമ്മൾ അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണമ്പറമ്പിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക.
അപ്പോൾ ബീച്ചിന്റെ റോഡിൽ നിന്നിട്ട് നമ്മൾ അവിടത്തേക്ക് നിസ്കരിച്ചാൽ പോരാ അല്ലെ. ബീച്ചിന്റെ അവിടെ നിന്നിട്ട് നമ്മൾ പടിഞ്ഞാറേക്ക് തിരിഞ്ഞിട്ട് കടലിലേക്ക് തിരിഞ്ഞിട്ട് അങ്ങനെ അത്ര ദൂരത്തുനിന്നല്ല, ഇതിന്റെ അടുത്തുനിന്ന് തന്നെ നിസ്കരിക്കണം. ദൂരത്ത് നിസ്കരിക്കാനുള്ള അനുവാദം അത് സലാത്തുൽ ഗായിബിന് മാത്രമേ ഉള്ളൂ. സലാത്തുൽ ഗായിബ് നമ്മൾ നേരത്തെ പറഞ്ഞു, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് കിഴക്കുള്ള ഒരാൾക്ക് പടിഞ്ഞാറുള്ള ആൾക്ക് വേണ്ടി നിസ്കരിക്കാം, പടിഞ്ഞാറുള്ള ആൾക്ക് വടക്കുള്ള ആൾക്കും തെക്കുള്ള ആൾക്കൊക്കെ വേണ്ടി നിസ്കരിക്കാം, ആ പറഞ്ഞ ഷർത്തുകളോടുകൂടി. ഇതിന്റെ മുന്നിൽ വെച്ചിട്ടേ നിസ്കരിക്കാവൂ, അതായത് അതിന്റെ അടുത്ത് പോയി നിൽക്കണം. അതായത് ഈ ഖബറിന്റെ അടുക്കൽ പോയി നിന്നിട്ട് നമ്മൾ ഖിബിലയിലേക്ക് നേരെ തിരിയണം. ഖബറിന്റെ അടുക്കൽ നമ്മൾ നിന്നിട്ട് ഖിബിലയിലേക്ക് നമ്മൾ തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ ഈ രണ്ട് നിബന്ധനകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഒരുപാട് ദൈർഘ്യം ഉണ്ടാകാൻ പാടില്ല. അതിന് ലാബിത്തായി പറഞ്ഞത് 30, അതിൽ 1-2 ദിവസം കൂടാം. രണ്ടാമത്തേത് അതിന്റെ അടുക്കൽ വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്ത ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ أن رسول الله صلى الله عليه وسلم كفن في 3 أثواب يمانية بيض ليس فيها قميص ولا عمامة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ പുടവ ധരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അവിടുന്ന് 3 വസ്ത്രത്തിലാണ് കഫൻ ചെയ്യപ്പെട്ടത് എന്നാണ് പറയുന്നത്. ആ വസ്ത്രത്തിന്റെ വിശേഷണമാണ് പറഞ്ഞത് യമാനിയത്തിൻ ബീദ്, യമനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല വെളുവെളുത്ത വസ്ത്രമായിരുന്നു എന്ന് കാണാം. ലൈസ ഫിഹ ഖമീസുൻ വല ഇമാമ, സാധാരണ തലയിൽ ധരിക്കാറുണ്ടായിരുന്ന ഇമാമ, തലയെക്കെട്ട് അതിലുണ്ടായിരുന്നില്ല. അതുപോലെ ഖമീസ് അത് ധരിച്ചിട്ടില്ല, അങ്ങനല്ല. മറിച്ച് സാധാരണ തുണിയാണ് നമ്മൾ ധരിപ്പിക്കുന്നൊക്കെ പോലെയുള്ള തുണിയിലായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ എന്താണ് പറയുന്നത്? കഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലിബാസുല്ലദി യൂദഉ അലൽ മയ്യിത്തി വയുദ്ഫനു ഫീ ഖബ്രി വഹിയ അലൈഹി, നമ്മൾ മയ്യത്തിനെ കുളിപ്പിച്ചതിന് ശേഷം പുതപ്പിക്കുന്ന ആ തുണിക്കാണ് കഫൻ പുടവ എന്ന് പറയുന്നത്. കഫൻ എന്ന് പറയുന്നത് അതാണ്. ആ തുണിയോട് കൂടിയാണ് നമ്മൾ ഖബറിലേക്ക് വെക്കുക, ആ തുണിയോട് കൂടിയാണ് ഖബറിലേക്ക് വെക്കുക. അതിന്റെ എണ്ണം ഫി 3 അസ്വാബിൻ യമാനിയത്തിൻ ബീദ്, അതിന് 3 എണ്ണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 3 എണ്ണം എന്ന് പറയുന്നത് സഹോദരങ്ങളെ അത് സുന്നത്തായ എണ്ണമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതല്ല എങ്കിൽ അതിൽ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാലും എന്തായിരിക്കും? അത് കഫൻ പുടവ ചെയ്തത് സഹീഹാകും. സഹീഹാകാൻ ഏറ്റവും കുറഞ്ഞത് ഔറത്തും അറിയാനുള്ളൊരു തുണി തന്നെ ധാരാളമാണ്. ഔറത്തും അറിയാനുള്ളൊരു തുണി ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ധാരാളമാണ്. ബാക്കിയുള്ള 2 എണ്ണം കൂടി അത് സുന്നത്തായ രൂപമാണ് എന്നാണ് പറയുന്നത്. കാരണം ഇത് ജായിസായ വശം ഏതാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്കാല, ചിലപ്പോൾ 3ാമത്തെ ഒരു തുണി പെട്ടെന്ന് കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, 2 തുണിയേ ഉള്ളൂ, എന്താ ചെയ്യുക? മതി, ഒരു തുണിയെ ആവശ്യമുള്ളൂ. ഔറത്തും അറിയാനുള്ള ഒരു തുണിയെ ആവശ്യമുള്ളൂ. അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ച് ഔറത്ത് വ്യത്യാസമുണ്ട്. സ്ത്രീകളുടെ മുഴുവൻ പറയേണ്ടതുണ്ട്, പുരുഷന്റെ മുട്ടുപൊക്കളിനിടയിലാണ് ഔറത്ത്. അത് കിട്ടിയാൽ തന്നെ അത് അനുവദനീയമായി ജായിസായി എന്നുള്ളതാണ്. എന്നാൽ പൂർണ്ണമായി മറയുക എന്നുള്ളത് അത് മയ്യത്തിനോട് കാണിക്കുന്ന ഇക്റാമാണ്. കാരണം മയ്യത്തുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയവും ആ മയ്യത്തിനെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല വസ്ത്രത്തിൽ തന്നെയാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഫൻ പുടവ ധരിപ്പിക്കുന്നത് ഏറ്റവും നല്ല വസ്ത്രത്തിലാണ് എന്ന് കാണാൻ സാധിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 മസ്അലകൾ. ഒന്നാമത്തത് എങ്ങനെയാണ് കഫൻ പുടവ അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ 3 തുണികളുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ 3 തുണികൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെക്കുക, ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെക്കുക. അതിനുശേഷം മയ്യത്തിനെ അതിന് മുകളിൽ കിടത്തുക. പിന്നീട് വലതുഭാഗത്തുനിന്ന് ഇടതുഭാഗത്തേക്ക് വെക്കുക, അതുപോലെ ഇടതുഭാഗത്തും വലതുഭാഗത്തേക്ക് വെക്കുക. അങ്ങനെ ഓരോന്ന് അങ്ങനെ കൂട്ടി ഏറ്റവും നല്ല തുണി, ഇപ്പോൾ ഒരാൾക്ക് 3 തുണിയിൽ ഒന്ന് നല്ല തുണിയാണെങ്കിൽ അതാണ് ഏറ്റവും താഴെ വെക്കേണ്ടത്. അഥവാ മയ്യത്തിനെ കഫൻ ധരിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ലത് മുകളിൽ വരുന്ന രൂപത്തിലായിരിക്കണം വരേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അതിന്റെ മറ്റ് പല വിഷയങ്ങളും മയ്യത്തിന് കൊണ്ടുപോകുന്നത് എളുപ്പവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പറഞ്ഞ കാര്യത്തിൽപ്പെട്ടതാണ്. 2 ഭാഗത്തും തലഭാഗത്ത് മനസ്സിലാവാൻ കുറച്ച് തുണി അധികം വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം പിന്നീട് ജനാസ നിസ്കരിക്കുന്ന സമയത്ത് തല ഏതാണ് എന്നൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴൊക്കെ ഒരു പിടുത്തം കിട്ടുന്നതാണ്. അതുപോലെ അതിനെ 3 കെട്ട് അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 2 കെട്ട് 3 ഭാഗത്തായിട്ട് കൊടുക്കാവുന്നതാണ്. ഈ കഫൻ പുടവ ധരിപ്പിച്ചത് കൃത്യമായി അത് ഒതുങ്ങി നിൽക്കാൻ അത് സഹായകമാകും. അങ്ങനെ കെട്ടാവുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. രണ്ടാമത്തെ മസാല അത് എണ്ണത്തിന്റെ കാര്യമാണ്. നമ്മൾ പറഞ്ഞു അത് 3 വസ്ത്രത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പുരുഷന്മാർക്ക് മാത്രമാണോ അതല്ല സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണോ? ഇതൊരു മസാലയാണ്. സ്ത്രീകൾക്ക് 3 തന്നെയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് 5 വസ്ത്രം എന്ന് വന്ന ഹദീസിനെ ദുർബലമാണെന്ന് പറഞ്ഞ ആളുകളാണ് സ്ത്രീകൾക്കും 3 മതി എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും ശരിയോടടുത്ത് നിൽക്കുന്ന അഭിപ്രായം മനസ്സിലാക്കുന്നു, അല്ലാഹു ആലം, സ്ത്രീകൾക്ക് 3 വസ്ത്രം വേണമെന്നുള്ളതാണ്. അവർക്ക് തലമക്കനെ ഉണ്ട്,
അതുപോലെ തന്നെ ഒരു നിസ്കാര കുപ്പായം പോലത്തെ ഒരു കുപ്പായം ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് അതിന് പുറമെ 3 തുണിയും ഉണ്ട്. അങ്ങനെ 5 വസ്ത്രത്തിലാണ് സ്ത്രീകളുടേത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ത്രീകളുടേത് കൂടുതൽ അസ്തറാകാൻ, കൂടുതൽ മറയാൻ വേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈസ ഫീഹി ഖമീസുൻ വല ഇമാമ, ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഖമീസോ ഇമാമയോ ഒന്നും വേണ്ടതില്ല. കാരണം വേറെ ചില ജാതികളിലൊക്കെ, വേറെ ചില മതവിശ്വാസികളിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഇട്ട വലിയ കോട്ടും സൂട്ടും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വസ്ത്രങ്ങളും അവർ വലിയ രാജാക്കന്മാരുടെ അങ്ങനെയുള്ള രൂപങ്ങളൊക്കെ ആയിട്ടാണ് മറമാടുക. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല. അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് ഖമീസോ ഇമാമയോ ഒന്നും തന്നെ ധരിപ്പിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അതൊന്നും ധരിപ്പിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് കുറച്ചൊരു വലിയൊരു ഹദീസാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വഹാദാ വല്ലാഹു തആല ആലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു